ലഹരിക്കേസിലെ ചോദ്യം ചെയ്യലിൽ ഷൈൻ ടോം ചാക്കോ നാളെ ഹാജരാകേണ്ടെന്ന് പോലീസ്. മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷം വിളിപ്പിച്ചാൽ മതിയെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, നാളെ തന്നെ താൻ ഹാജരായിക്കോളാം, മറ്റന്നാളത്തേക്ക് നീട്ടേണ്ട എന്ന രീതിയിൽ ഷൈൻ ടോം ചാക്കോ തന്നെ മുന്നിലേക്ക് വരികയായിരുന്നു. പക്ഷേ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോലീസ് പോകുന്നത്? എന്താണ് അറിയുന്നത്? ഇന്നലെ ഷൈൻ ടോം ചാക്കോയെ ലഹരി കേസിൽ വിശദമായി ചോദ്യം ചെയ്ത ശേഷം 22-ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകുകയായിരുന്നു. എന്നാൽ 22-ന് തനിക്ക് എത്താൻ കഴിയില്ലെന്നും 21-ന് ഹാജരാകാം, ഒരു ദിവസം മുൻപേ ഹാജരാകാമെന്നും പോലീസിനെ അറിയിച്ചു. അത് പോലീസ് സമ്മതിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് എന്തായാലും ഇപ്പോൾ ഷൈൻ ടോം ചാക്കോവിന് ഒരു ഇൻഫർമേഷൻ പോലീസ് കൊടുത്തിരിക്കുന്നത്. തൽക്കാലം പറഞ്ഞിട്ട് ഹാജരായാൽ മതി, ഇപ്പോൾ ഹാജരാകേണ്ടതില്ല എന്ന്. അതിന് കാരണം നാളെ സിറ്റി പോലീസ് കമ്മീഷണർ എത്തുന്ന ഘട്ടത്തിൽ കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള യോഗം ഉണ്ട്. അതോടൊപ്പം ഈ മൊഴികളുടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിക്കണം. ഇതിൽ തുടർ നീക്കങ്ങൾ, അതായത് ഈ മൊഴി പരിശോധിച്ച് അവിടെയൊക്കെ പരിശോധന നടത്തേണ്ടതായിട്ടുള്ള കാര്യവുമുണ്ട്. അതുകൊണ്ട് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള യോഗത്തിന് ശേഷം അദ്ദേഹത്തെ വിളിപ്പിച്ചാൽ മതി, ഷൈൻ ടോം ചാക്കോയെ വിളിപ്പിച്ചാൽ മതി എന്നൊരു വിലയിരുത്തലിലേക്ക് അന്വേഷണ സംഘം എത്തുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. നാളെയാണ് അദ്ദേഹം എത്തുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേരും. ഈ ഷൈൻ ടോം ചാക്കോയുടെ മൊഴി വിശദമായി പരിശോധിക്കും. നേരത്തെ ഡി അഡിക്ഷൻ സെന്ററിലടക്കം പ്രവേശിപ്പിച്ചു എന്നതടക്കമുള്ള മൊഴിയുണ്ട്. അതുകൊണ്ട് അവിടെ അടക്കം എത്തി ഒരുപക്ഷെ പരിശോധന നടത്തേണ്ടതായിട്ട് വരും. മാത്രമല്ല മുറികളിൽ വന്നവരെ അടക്കം സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം ഫൈനലായി അദ്ദേഹത്തെ വീണ്ടും വിളിപ്പിക്കാം, ഷൈൻ ടോം ചാക്കോയെ വീണ്ടും വിളിപ്പിക്കാമെന്ന നിലപാടിലാണ് പോലീസ് സംഘം. അതുകൊണ്ടാണ് അല്പം സമയം എടുക്കുന്നത്. ശരി, കൊച്ചിയിൽ നിന്നും രാഗനാണ് വിവരങ്ങൾ നൽകിയത്. ഷൈൻ ടോം ചാക്കോ നാളെ ഹാജരാകേണ്ട എന്നാണ് പോലീസ് ഇപ്പോൾ അറിയുന്നത്. മൊഴികളൊക്കെ വിശദമായി പരിശോധിക്കും, അതിനുശേഷം വിളിപ്പിച്ചാൽ മതിയെന്നാണ് പോലീസിന്റെ നിലവിലെ വിലയിരുത്തൽ.